എങ്ങനെയുണ്ട് പടം? ഒരു രക്ഷയില്ല, ഉഗ്രം പടം. ആ ഒരു നമുക്ക് പറയാൻ പറ്റില്ല, ഫുൾ സ്പോയിലർ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു രക്ഷയില്ല, പൊളിച്ച് ഒരു രക്ഷയില്ല, അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ ഒരു ഹൈപ്പില്ലാതെ വന്നൊരു മൂവിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ എന്തോ കുറെ നാൾക്ക് ശേഷം എന്തോ നമുക്ക് കിട്ടിയ പോലെ നമ്മൾ കാത്തിരുന്ന മോഹൻലാൽ നമുക്ക് തിരിച്ചു കിട്ടും. ഉറപ്പായിട്ടും നമ്മളത് ഒരുപാട് എൻജോയ് ചെയ്തു. അവസാനത്തെ ആ ഒരു വില്ലനും എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും ശോഭന മോഹൻ ജനത്തെ കോമ എല്ലാം അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയ ഇമോഷണലി കണക്ട് ആയ ഗുണമാണ്. ഒരു ലാലേട്ട ഫാൻ എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഈ എല്ലാവരും എമ്പുരാനിലെ ലാലേട്ടൻ കൂടുതൽ താരത്തെ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് കൂടുതൽ കാണേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ഒരു നാടൻ അതേ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര സത്യം പറഞ്ഞാൽ ഒരു ഇമോഷണലി ആ സീൻസൊക്കെ മനസ്സിൽ വന്ന് കണ്ണു നിറഞ്ഞു. ഇത്രയും കിട്ടിയ പെർഫോമൻസ് ആണ്. പിന്നെ ജോണറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫാമിലി ഡ്രാമ തന്നെ പറയുന്നുള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ട് ആൾക്കാർ കണ്ടാൽ മതി, അങ്ങനെ കണ്ടാൽ മതി. വേറെ ഒന്നും കൂടുതൽ പറയുന്നില്ല. അതിനേക്കാളും ഉപരിയാണ് സിനിമ. സമൂഹത്തിൽ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ് ഇതിൽ പറഞ്ഞത്. അത് ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ടല്ലോ. വളരെ വേസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇത്രയും തരുണത്തിനോട് താങ്ക്സ് പറയുന്നുണ്ട്. ലാലേട്ടനെ പഴയ പോലെ ലാലേട്ടനെ കൊണ്ടുവരാനും പറ്റി. ഇത്രയും ഒരു മാസ്റ്റർ പീസ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ട് തരാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ഭയങ്കര കിടലം രക്ഷയും. ഈ പറയുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടിയാണ് ഈ സിനിമ. അത് അത്രത്തോളം എന്നുവെച്ചാൽ ആ ഒരു നിമിഷ നേരം കൊണ്ട് ആ മുഖത്ത് മിഞ്ഞു മാറുന്ന ആ ഒരു ഭാവങ്ങളും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഭയങ്കര ഈ അടുത്ത കാലത്ത് സത്യം പറഞ്ഞാൽ കുറേ കാലം ലാലേട്ടൻ ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കര സത്യം വാക്കുകൾ കിട്ടുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ഭയങ്കര സന്തോഷമാണ്. ഫാൻ എന്നുള്ള രീതിയിൽ ഒരു അഭിമാനം ഇങ്ങനെ വേണമെങ്കിൽ പറയാം. താങ്ക് യു. ഇമ്പോയ്ക്ക് വളരെ ഇഷ്ടമായി ലാലേട്ടൻ ഒന്നൊന്നര തിരിച്ചറിവ് കേട്ടാ. നീ എത്ര പടം കേട്ടിയാലും അങ്ങനെ വണ്ടി തിരിച്ചറിവാനെ നടത്തുന്നത്. ഒന്നും പറയാല്ല, ക്ലൈമാക്സ് എല്ലാം അടിപൊളി. പൊളിച്ചടുക്കിന്ന് വെച്ചാ പൊളിച്ചടുക്കി, ഒന്നും പറയല്ല. നമ്മുടെ ശോഭനേച്ചി ലാലേട്ടന് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചേറ്റി അതിന് നല്ല രീതിയിൽ വർക്കൗട്ട് ആയി. നമ്മുടെ വില്ലനൊക്കെ ലാലേട്ടനൊക്കെ ഉറപ്പിച്ചെന്ന് പറയാം. അങ്ങയുടെ പെർഫോമൻസും സൂപ്പറായിരുന്നു. ജോർജി ഇവയ്ക്ക് വളരെ ഇഷ്ടമായി. പൊളിച്ചടുക്കി വലത്തിയടിക്കും ലാലേട്ടൻ, പൊങ്ങിപ്പറക്കും ലാലേട്ടൻ, ചുടത്തി എറിയും ലാലേട്ടൻ, മറിക്കും ലാലേട്ടൻ, പൊളിച്ചടുക്കി ലാലേട്ടൻ, തുടരും സൂപ്പർ ലാലേട്ടൻ. അടിപൊളി. നല്ല സിനിമയാണ്, നമ്മുടെ ഒരു 90s മോഹൻലാലിന്റെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ മൂവി. ഇമോഷണൽ ആണ്, മാസ് സീൻസ് ഉണ്ട്, ഫാമിലി മൂവിയാണ്, എല്ലാം കൊണ്ടും മൂവി. ഒരു നെഗറ്റീവായിട്ട് പറയാൻ നമ്മൾ തപ്പി കണ്ടെടുക്കണം. നെഗറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് ഒബ്വിയസ്ലി കാണുമായിരിക്കും. പക്ഷെ നല്ല സിനിമ. വില്ലനായിട്ട് വന്ന ക്യാരക്ടർ ഞാൻ ആളെ നേരത്തെ കണ്ടിട്ടില്ല. പക്ഷെ പുള്ളിയായിരുന്നാലും നല്ല സ്ക്രീൻ പ്രസൻസും നല്ല സിനിമ. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്, എന്നാൽ ഫാമിലി ഓറിയന്റഡുമാണ്. അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുമ്പോ ഈ ലാലേട്ടന്റെ ഈ സിനിമയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ ഒരു 8-10 കൊല്ലമായിട്ട് തെരഞ്ഞുകൊണ്ടിരുന്നത്. അമ്മാതിരി എന്ന് പറയുമ്പോ മുണ്ടും മടക്കി കുത്തി അനീഷയൊക്കെ പിരിച്ച് ലാലേട്ടന്റെ ഒരു സ്റ്റണ്ട്, അല്ലാതെ കോട്ടിന് കൂട്ടുവിട്ട് ഉള്ള സംഭവമല്ല. അത്രയ്ക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും നമുക്ക് ആ സീറ്റിലൊന്നും ഉറച്ചിരിക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ എനിക്ക് ചാടി നമ്മള് അതിന്റെ വില്ലനെയൊക്കെ ചെന്ന് നമുക്ക് തന്നെ അടിക്കാൻ തോന്നുന്നു. അമ്മാതിരി ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം. പിന്നെ അഭിനയം വിലയിരുത്താനുള്ള ലാലേട്ടന്റെ അഭിനയായാലും മാസും എല്ലാം കൂടെ ചേർന്നുള്ള അടിപൊളി സൂപ്പർ ആയിട്ടുള്ളത്. ഇതാണെന്ന് തോന്നുന്നത് എനിക്ക് 325 കോടി 350 കോടി ക്ലബിൽ കടക്കേണ്ട സിനിമ. പിന്നെ എല്ലാ ആക്ടേഴ്സും ബാക്കി ശോഭനയായാലും എല്ലാവരും സൂപ്പർ. പിന്നെ സാധാ തിരക്കഥ ഡയറക്ടറും എല്ലാം എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം തിരക്കഥ അത്രയ്ക്ക് ഒരു പഴുതില്ലാത്തൊരു തിരക്കഥയാണ്. അത്രയ്ക്ക് ചെറിയ കുട്ടികളോട്ട് വലിയ ആൾക്കാർക്ക് വരെ ഒരുപോലെ നല്ലൊരു ഫാമിലി പടം എന്ന് പറഞ്ഞിട്ട് വന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഈ സസ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഭയങ്കര അടിപൊളി പടം. BGM ആണെങ്കിലും മോഹൻലാലായാലും ഒരു പെർഫോമറിനെ തിരിച്ചുകൊണ്ടുവന്നു. അതാണ് മെയിൻ. നമുക്ക് മനസ്സ് അറിഞ്ഞിറങ്ങി വരാൻ ഭയങ്കര ഫുൾ ഗൂസ് ബംസ് ആണോ പടം? അങ്ങനെയാണ്. സെക്കൻഡ് ഹാഫ് ഫുൾ അങ്ങനെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമ പരിപാടി. സെക്കൻഡ് ഹാഫ് ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആണ്. ഇത് എന്തോ ഭയങ്കര സാറ്റിസ്ഫൈഡ്. ഓവറോൾ ഇനി തിയേറ്ററിൽ മുട്ട തിരക്കായിരിക്കുമല്ലേ? ഫുൾ തൂക്കി. അതാണ് മോഹൻലാൽ ഇപ്പം നമ്മുടെ ഈ ഒടിയന്റെ ഡയറക്ടർ നെഞ്ചു പിരിച്ചിറങ്ങിയ ആ സാധനം ഇപ്പോഴാണ് ആക്ച്വലി എനിക്ക് പേഴ്സണലി സന്തോഷ സങ്കടം ഉള്ള ഒരു മൊമെന്റ്. ഭയങ്കര അടിപൊളിയായി.